രാജ്യം 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ഇന്ത്യയിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാവാം. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവരായിരുന്നു 1940കളിലെ ഗ്രാമീണർ. ഒന്നോ രണ്ടോ പ്രമാണിമാരെ ചുറ്റിപ്പറ്റിയായിരുന്നു ഒരു പ്രദേശത്തെ ജീവിതങ്ങൾ. അവരുടെ പറമ്പിലും വീട്ടിലുമായിരുന്നു മിക്കവർക്കും ജോലി. നഗരങ്ങളിൽ പോലും സൈക്കിളുള്ള വ്യക്തി വലിയ പത്രാസുകാരനായിരുന്ന കാലമായിരുന്നു അത്. ഉന്നത ഉദ്യോഗസ്ഥർ വരെ ജോലിക്ക് പോകാൻ ആശ്രയിച്ചിരുന്നതും സൈക്കിൾ തന്നെ. ഹെർക്കുലീസ് മോഡൽ സൈക്കിളിന് 90 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂട്ടറും കാറുമെല്ലാം അപൂർവമാണ്. അതൊക്കെയുള്ളവർ രാജകീയ ജീവിതം നയിക്കുന്നവരായിരുന്നു. പഞ്ചസാര കിലോയ്ക്ക് 40 പൈസ മതിയായിരുന്നു. ഇന്ന് ഗ്രാമങ്ങളിൽ പോലും 40 രൂപ വേണം എന്നത് മറ്റൊരു കാര്യം. 1 രൂപയുണ്ടെങ്കിൽ 3 കിലോ വരെ ഗോതമ്പ് ലഭിക്കുമായിരുന്നു അന്ന്. രൂപയ്ക്കും പൈസയ്ക്കും താഴെ അണ എന്ന കണക്കിലും ഇടപാടുകൾ നടന്നിരുന്നു. പഴമക്കാർക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടാകാമെങ്കിലും പുതുതലമുറയ്ക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. 1 രൂപയുമായി അങ്ങാടിയിലേക്ക് പോയാൽ കിറ്റ് നിറയെ സാധനങ്ങളുമായി വീട്ടിലേക്ക് വരാം. മീൻവില വളരെ കുറവായിരുന്നു. തീരദേശങ്ങളിൽ തെങ്ങുകൾക്കും മറ്റും വളമായി പോലും മീൻ ഉപയോഗിച്ചിരുന്നു. പോസ്റ്റ് കാർഡിന് 6 പൈസയെ വേണ്ടിയിരുന്നുള്ളൂ. ഇന്ത്യൻ രൂപയ്ക്ക് ഡോളറിനേക്കാൾ കരുത്തുണ്ടായിരുന്ന കാലവും കടന്നുപോയി. സ്വാതന്ത്ര്യം ലഭിക്കുന്ന വേളയിൽ $1 4 രൂപ 16 പൈസയായിരുന്നു. 1965 $1 4 രൂപ 75 പൈസയായി ഉയർന്നു. അതായത് വളരെ പതിയെയായിരുന്നു രൂപയുടെ മൂല്യത്തിൽ മാറ്റം വന്നിരുന്നത്. ഇന്ന് 87 രൂപ കടന്നു. സ്വർണ്ണവിലയും അങ്ങനെ തന്നെ. നേരിയ നിരക്ക് വർധന മാത്രമായിരുന്നു കുറെ കാലം. 1990കൾക്ക് ശേഷമാണ് വേഗത കൂടിയത്. ലോകം അതിവേഗം മാറാൻ തുടങ്ങിയതും ഇക്കാലത്താണ്. 10 ഗ്രാം സ്വർണത്തിന് 88 രൂപയാണ് 1947 ഉണ്ടായിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ആർക്കും അതിശയം തോന്നും. പെട്രോൾ ലിറ്ററിന് 27 പൈസയായിരുന്നു. അന്ന് ഉപയോഗം കുറവായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ലഭ്യതയും കുറവായിരുന്നു. 1, 2, 5 രൂപ നോട്ടുകൾക്ക് വലിയ മൂല്യമായിരുന്നു. ഇന്ന് 5 രൂപയുടെ നോട്ട് പോലും കാണാൻ കിട്ടുന്നില്ല. ചെറിയ നാണയങ്ങളെല്ലാം ഒഴിവാക്കി. ഇന്ന് 10 ഗ്രാം സ്വർണത്തിന് 1 ലക്ഷം രൂപ കടന്നിരിക്കുന്നു. പെട്രോൾ ലിറ്ററിന് 100 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. 79 വർഷം കൊണ്ട് രാജ്യം വൻതോതിൽ മാറി. AI യുഗത്തിലെ പുതുതലമുറയ്ക്ക് ട്രങ്ക് കോളും മിന്നൽ കോളും ഒന്നും അറിയാൻ സാധ്യതയില്ല. മാസത്തിൽ ഒരിക്കൽ വരുന്ന പ്രവാസികളുടെ കത്ത് കാത്തിരുന്ന കാലവും ഇന്ന് കഥകളിൽ മാത്രമായി. ഗൾഫിൽ നിന്നുള്ള ഫോൺ വരുന്ന ദിവസം നേരത്തെ ഒരുങ്ങി ദൂരെയുള്ള വീട്ടിൽ പോയി കാത്തിരുന്ന കാലം പിന്നിട്ടു. ഇന്ന് നേരിട്ട് കണ്ട് എവിടെയിരുന്നും ഫോൺ വിളിക്കാം. ജോലിയുടെ രൂപവും ഭാവവും മാറി. മൊബൈൽ ഉണ്ടെങ്കിൽ വരുമാനമുണ്ടാക്കാമെന്ന അവസ്ഥ വന്നു. വലിയ കമ്പനികളുടെ ജോലി പോലും വീടുകൾക്കകത്തിരുന്ന് ചെയ്യാവുന്ന കാലമായി. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഴമക്കാരെ പോലും പുനഃസൃഷ്ടിക്കുന്നു. കാലം അതിവേഗം പോകുന്നു. വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി കടന്നുപോയിരിക്കുന്നു.